രാജ്യത്ത് ബി.ജെ.പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടില്ലെന്നാണ് എം.വി. ഗോവിന്ദൻ മാസ്റ്റർ കണ്ണൂരിൽ ഇ.കെ. നായനാർ അനുസ്മരണ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞത്. ഇപ്പോൾ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി സന്തോഷ് ചേരുന്നുണ്ട്. സന്തോഷ്, ഗോവിന്ദൻ മാസ്റ്റർ മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് ഇ.കെ. നായനാർ അനുസ്മരണ പരിപാടിക്കിടയിൽ പറഞ്ഞത്? പ്രധാനമായും ബി.ജെ.പിയുടെ തെരഞ്ഞെടുപ്പിലെ പരാജയത്തെക്കുറിച്ചും പരാജയ ഭീതിയെക്കുറിച്ചുമാണല്ലോ ഊന്നി പറഞ്ഞത്. സിജു, ഈ തിരഞ്ഞെടുപ്പിൽ പാതിഘട്ടങ്ങൾ പിന്നിട്ടപ്പോൾ തന്നെ മൂന്നാം തവണയും അധികാരത്തിലെത്താൻ കഴിയില്ലെന്ന് ബി.ജെ.പിക്ക് ബോധ്യപ്പെട്ടുവെന്നാണ് എം.വി. ഗോവിന്ദൻ മാസ്റ്റർ ചൂണ്ടിക്കാട്ടിയത്. പരാജയ ഭീതിയിൽ നിന്നാണ് നരേന്ദ്രമോദി വില കുറഞ്ഞ പ്രചരണത്തിലേക്ക് കടക്കുന്നത്. തീവ്ര വർഗീയ പ്രചരണത്തിനാണ് ഇപ്പോൾ മോദി നേതൃത്വം നൽകുന്നത്. അതിന്റെ ഭാഗമായാണ് ഈ ഇന്ത്യ സഖ്യം അധികാരത്തിൽ എത്തിയാൽ അയോധ്യ ക്ഷേത്രം തകർക്കും എന്നതുൾപ്പെടെയുള്ള വില കുറഞ്ഞ പ്രചരണങ്ങൾ നടത്തുന്നതെന്നും എം.വി. ഗോവിന്ദൻ മാസ്റ്റർ ചൂണ്ടിക്കാട്ടി. ഇത്തവണ വലിയ തിരിച്ചടിയായിരിക്കും ബി.ജെ.പിക്ക് നേരിടുന്നത്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കർഷക രോഷവും ഭരണവിരുദ്ധ വികാരവുമെല്ലാം ഈ ബി.ജെ.പിക്ക് തിരിച്ചടിയാകും. അതേസമയം തന്നെ ദക്ഷിണേന്ത്യയിൽ ഇന്ത്യ സഖ്യം വലിയ മുന്നേറ്റമായിരിക്കും നടത്തുക. കേരളത്തിൽ ഒരു സീറ്റിൽ പോലും ബി.ജെ.പി വിജയിക്കില്ല. ഇടതുപക്ഷമാണ് കേരളത്തിൽ ഭൂരിപക്ഷം സീറ്റുകളിലും വിജയിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തവണ ബി.ജെ.പി ഒരു തരത്തിലും അധികാരത്തിൽ വരാനുള്ള സാധ്യതയില്ല എന്നുള്ളതാണ് എം.വി. ഗോവിന്ദൻ മാസ്റ്റർ ചൂണ്ടിക്കാട്ടിയത്. ഈ തിരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയെ തളക്കാനായാൽ രാജ്യം മറ്റൊരു ദിശയിലേക്കായിരിക്കും നീങ്ങുന്നതെന്നും എം.വി. ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള തീവ്ര വർഗീയ പ്രചരണങ്ങൾ തുടർച്ചയായി നടത്തിയിട്ടും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മോദിക്കെതിരെ നടപടിയെടുക്കാൻ തയ്യാറാകുന്നില്ല എന്നും എം.വി. ഗോവിന്ദൻ മാസ്റ്റർ കുറ്റപ്പെടുത്തി. തിരഞ്ഞെടുപ്പ് കമ്മീഷനെ തന്നെ നിയമിച്ചത് മോദിയാകുമ്പോൾ എങ്ങനെയാണ് മോദിക്കെതിരെ നടപടിയെടുക്കാൻ കഴിയുക എന്നും എം.വി. ഗോവിന്ദൻ മാസ്റ്റർ ചോദിച്ചു. ഏതായാലും ശക്തമായ തിരിച്ചടി നേരിടാനാണ് ബി.ജെ.പി ഒരുങ്ങുന്നത് എന്നാണ് കണ്ണൂർ നായനാർ അക്കാദമിയിൽ നടന്ന നായനാർ അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് CPM സംസ്ഥാന സെക്രട്ടറി ചൂണ്ടിക്കാട്ടിയത്. ഈ സന്തോഷാണ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. കേരളത്തിന് പ്രിയങ്കരനായ ജനനേതാവിൻ്റെ ഓർമ്മയിൽ സംസ്ഥാനത്തെമ്പാടും വിവിധ അനുസ്മരണ പരിപാടികൾ നടക്കുകയാണ്.